Welcome once again to this class, the fifth class of the studies from the book of Romans tonight. And I would like to greet you all in the matchless name of our Lord and Savior Jesus Christ today. I know that people have joined from all different parts and all different time zones tonight, and people are all busy with their own schedules. But today, you have separated the time to come and join and be blessed in this Bible study. And thank you very much and greet you once again. Also, I would like to acknowledge the presence of a few pastors, Pastor James P. John and Pastor Ramu, Pastor Rennie George, Pastor Martin Verghese, Pastor John Thomas, and so many other people have joined and welcome you and praise the Lord for you. May the Lord continue to bless us. ഇന്ന് രാത്രി കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ പ്രിയ പാസ്റ്റർ റെനി ജോർജ് ജോയിൻ ചെയ്തിട്ടുണ്ട്. റെനിച്ചാന് സൗകര്യപ്പെടുന്നുണ്ടെങ്കിൽ അവസാനം പ്രാർത്ഥിച്ച് നിർത്തുവാനായിട്ട് ഞാൻ റെനിച്ചാനെയാണ് ഉദ്ദേശിക്കുന്നത്. അന്നേരം സൗകര്യപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവ് ദാസൻ അതിന് ഒരുങ്ങും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. Let us jump on to the Bible study. This is the fifth class. അഞ്ചാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. നമുക്ക് മനസ്സുകൊണ്ട് അതിനായിട്ട് ഒരുങ്ങാം. നമുക്ക് ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചതും ഇന്ന് പഠിക്കാൻ പോകുന്നതും ഒക്കെ തുടർമാനമായിരിക്കുന്ന കാര്യങ്ങളാണ്. We are continuously meditating upon the verse by verse Bible study from the book of Romans. അപ്പോൾ നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ട് വരുമ്പോഴേ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതും ഇന്ന് ചിന്തിക്കാൻ പോകുന്നതുമെല്ലാം ഒന്നാം അധ്യായത്തിൽ നിന്ന് തന്നെയാണ്. ഇതുവരെ രണ്ടാം അധ്യായത്തിലോട്ട് ചെന്നിട്ടില്ല. Last week also we touched base from the chapter number 1, and tonight also we are going to meditate from the same chapter. Trust me, this is a very big subject. This is a very big Bible study. As I said before, the book of Ephesians we have done in 2 years. In 2 years we completed the book of Ephesians, and it has got only 6 chapters, whereas the book of Romans have got 16 chapters. So you can imagine how many more years we would probably take to finish this book. ഞാൻ കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചതുപോലെ എഫേസ് ലേഖനം 6 അധ്യായങ്ങൾ മാത്രമുള്ള എഫേസ് ലേഖനം 2 വർഷം എടുത്തിട്ടാണ് നമ്മൾ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ 16 അധ്യായങ്ങളുള്ള റോമാലേഖനം എപ്പോൾ എങ്ങനെ എന്ന് അവസാനിക്കുമെന്ന് നമുക്ക് ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാമെന്ന് എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് റോമാലേഖനം എന്നത് ദൈവത്തിന്റെ സുവിശേഷം എന്നറിയപ്പെടുന്നു. അതിന്റെ കാരണങ്ങൾ റോമാലേഖനത്തിൽ നിന്നും തന്നെ നമ്മൾ വിശകലനം ചെയ്യാനായിട്ട് ഇടയായിത്തീർന്നു. ലാസ്റ്റ് വീക്ക് I said that the epistle of Romans is also known as the gospel of God, and we have gone through the many reasons from the book of Romans itself about why and how we can call it as the gospel of God. Praise the Lord. And I will just tell you the titles. There are so many items that we discussed last week. Why and how we can call it as the gospel of God. എന്തുകൊണ്ട് എങ്ങനെ ഈ റോമാലേഖനത്തെ ദൈവത്തിന്റെ സുവിശേഷം എന്ന് വിളിക്കാം എന്നുള്ളത് റോമാലേഖനത്തിൽ നിന്ന് തന്നെ നമ്മൾ ചികഞ്ഞെടുത്ത ചില വാക്യങ്ങളും ചില പ്രയോഗങ്ങളും കൊണ്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചിരുന്നു. അതെന്തൊക്കെയാണെന്ന് ഓടിച്ചങ്ങ് പറഞ്ഞിട്ട് തുടർന്നുള്ള ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ കാര്യം, this is promised in the scriptures. The first reason we said was this is promised in the scriptures. തിരുവെഴുത്തുകളിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നതായ കാര്യമാണ് ഈ റോമാലേഖനത്തിൽ ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ദൈവത്തിന്റെ സുവിശേഷമാണെന്ന് പറയപ്പെടുവരുടെ. സെക്കൻഡ് തിങ്, it is concerning Christ. It's concerning Christ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണെന്നതിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ദൈവത്തിന്റെ സുവിശേഷമാണ്. And the third reason is it is preached by the sent ones. അയക്കപ്പെട്ടവരാണ് ഇത് പ്രസംഗിച്ചത്. ആരയക്കപ്പെട്ടവർ? ദൈവം അയക്കപ്പെട്ടവരാണ്, ദൈവം അയച്ചവരാണ് ഇതെല്ലാം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ദൈവത്തിന്റെ സുവിശേഷമാണ്. And the fourth reason is
received and accepted by those who are called by God. ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് ഇത് കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന കാരണത്താലും ഇത് ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറയപ്പെടുന്നു. And the most important reason is it is a power of God. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഇത് ദൈവത്തിന്റെ ശക്തിയാകുന്നു എന്നുള്ളതാണ്. റോമർ 1:16 പറഞ്ഞതാണ്. And the next thing we said is the righteousness of God is revealed in this book, in the gospel. ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തുന്നുണ്ട് സുവിശേഷത്തിൽ എന്നുള്ള കാരണത്താലും റോമാലേഖനം എന്തെന്നറിയപ്പെടുന്നു? ദൈവത്തിന്റെ സുവിശേഷം എന്ന് അറിയപ്പെടുന്നു. അപ്പോ ഞാനൊന്ന് പറഞ്ഞു വിട്ടെന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാൻ പോകുകയാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ സമ്മറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ജസ്റ്റ് ക്രീം എന്ന് പറയുന്നത്, ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യകുലം, ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യകുലം അവർ ദുഷ്ടന്മാരായി തീർന്നു, ദുഷ്ടത പ്രവർത്തിച്ചു. അത് വളരെ 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 വ്യക്തമായി റോമർ 1-ൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. The first chapter of Romans is very significant chapter where Paul is trying to establish the fact that people or all of the mankind have slipped away from God and they started doing evil. And tonight we are going to step by step analyze and find out the reason or the source of wickedness and the source of evil, how these people have become evil or wicked people. ഇന്ന് രാത്രി നാം ചികഞ്ഞെടുത്ത് പരിശോധിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-ാം അധ്യായത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, മനുഷ്യരിങ്ങനെ ദുഷ്ടന്മാരായി പോയി ദുഷ്ടത പ്രവർത്തിക്കുവാനുള്ള കാരണം എന്താണ്? വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. നമുക്ക് ചുറ്റുപാടും അനേകര് ദുഷ്ടത പ്രവർത്തിക്കുന്നവരുണ്ട്, ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാതെ ജീവിക്കുന്നവരുണ്ട്. നമ്മൾ വിചാരിക്കും ഇവർക്കൊക്കെ ദൈവത്തെ അങ്ങ് അറിഞ്ഞാൽ എന്താ? അങ്ങനെ പെട്ടെന്ന് അറിയാൻ പറ്റില്ല. അതിന് കാരണമുണ്ട്. കാരണം എന്തുകൊണ്ട്, എങ്ങനെയാണ് അവർ ദുഷ്ടന്മാരായി തീർന്നത്, എങ്ങനെയാണ് അവർ ദുഷ്ടത പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ കാരണങ്ങളാണ് ഇന്ന് രാത്രി നാം ചികഞ്ഞെടുക്കുന്നത്. So we are trying to find out the reasons or the source of wickedness and people why they are doing the evil എന്നുള്ളതാണ് ഇന്ന് രാത്രിത്തെ വിഷയം. The scriptures that we are referring to tonight is Romans chapter 1 verse 18 through verse 32. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ, ദീർഘമേറിയ വാക്യങ്ങളാണ്, വായിക്കേണ്ടതില്ല. ഈ വാക്യങ്ങളൊക്കെയാണ് ഇന്ന് രാത്രിയിൽ ഈ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. So after the introduction is in the beginning of this chapter, Paul is trying to present the matter of condemnation in 4 aspects. ചുരുക്കം ഒരു ബ്രീഫായ ആമുഖം കൊടുത്തതിന് ശേഷം പൗലോസ് പെട്ടെന്ന് വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഈ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ തന്നെ വിസ്താരമായിരിക്കുന്ന ഒരു ആമുഖം ഇല്ല ഇവിടെ. പൗലോസിന് പറയാനുള്ള കാര്യം പെട്ടെന്ന് തന്നെ അതിലേക്ക് കടക്കുകയാണ്. എന്താണ് കാര്യം? ദൈവത്തിന്റെ ശിക്ഷാവിധി അല്ലെങ്കിൽ ദൈവിക ന്യായവിധി എന്നുള്ള ഒരു വിഷയത്തിലേക്ക് പൗലോസ് പെട്ടെന്ന് കടന്നു കയറുകയാണ്. Paul is trying to step into this matter of divine punishment or judgment immediately after his brief introduction. So Paul is actually categorizing the divine judgment into 4 categories. ദൈവിക ന്യായവിധിയെ പൗലോസ് 4 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്നാമത്തേത്
പൊതുവെ എല്ലാ മനുഷ്യർക്കും ദൈവം നൽകുന്ന ദൈവിക ന്യായവിധി, പൊതുവെ മനുഷ്യരാശിയുടെ മേൽ ദൈവം കൊടുക്കുന്ന ഒരു പൊതുവിലുള്ള ന്യായവിധി. The general judgment that God is putting on the mankind in a general, the divine judgment on mankind in general. റോമാലേഖനം 1:18 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാനായിട്ട് കഴിയുന്നു. And the second type of judgment is the divine judgment on the self-righteous people. Romans chapter 2 verse 1 to 16 we can see this. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സ്വയനീതിക്കാരുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി. സ്വയനീതിക്കാരുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി. The third divine judgment is on the religious people. മതഭക്തരുടെ മേൽ ദൈവിക ന്യായവിധി. അത് 2-ാം അധ്യായത്തിന്റെ 17 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ കാണാനായിട്ട് കഴിയുന്നു. 4ാമത്തെ കാറ്റഗറി, divine judgment on all the world totally. സകല ലോകം മുഴുവനുമുള്ള ദൈവത്തിന്റെ ന്യായവിധി, ലോകത്തെ മുഴുവനും ന്യായം വിധിക്കുന്ന ന്യായവിധി. ഇങ്ങനെ 4 രീതിയിലാണ് ഈ റോമാലേഖനത്തിനകത്ത് പൗലോസ് ഈ ദൈവിക ന്യായവിധിയെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്, ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. So first of all, we are going to talk about the divine judgment on the mankind in general. മനുഷ്യരാശിയുടെ മേൽ പൊതുവെയുള്ള ദൈവിക ന്യായവിധി എന്നുള്ളത്. So first of all, the book of Romans is revealing that God's condemnation or God's divine judgment has come upon the mankind in general. ഒന്നാമതായി മനുഷ്യരാശിയുടെ മേൽ പൊതുവെ ദൈവികമായ ശിക്ഷാവിധി വന്നിരിക്കുന്നുവെന്ന് റോമാലേഖനം വെളിപ്പെടുത്തുന്നുണ്ട്. Then a proper attention is given to 2 special classes of mankind. One is the self-righteous class and the other is religious cultured class. മനുഷ്യരാശിയെ 2 പ്രത്യേക വിഭാഗങ്ങളിലേക്ക് തിരിച്ചിട്ട് സ്വയം നീതിമാന്മാർന്ന് അവകാശപ്പെടുന്ന ഒരു ഗ്രൂപ്പും 2 സംസ്കാര സമ്പന്നരായിരിക്കുന്ന മത അനുസാരികൾ അല്ലെങ്കിൽ മതവിശ്വാസികളായിരിക്കുന്ന ഒരു ഗ്രൂപ്പ്. അവസാനമായി the whole world is brought under condemnation. ഒടുവിലായി ലോകം മുഴുവനും ശിക്ഷാവിധിയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പൗലോസ് പറയുക. Whether man is good or bad, religious or non-religious, all men are under condemnation of God. മനുഷ്യൻ നല്ലവനാണോ ചീത്തയാണോ, അല്ലെങ്കിൽ മതവിശ്വാസിയാണോ മതവിശ്വാസി അല്ലയോ, എന്തുമാകട്ടെ എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ ശിക്ഷാവിധിയിലാണ് എന്നാണ് പ്രാരംഭമായിട്ട് പൗലോസ് പറയുന്നത്. Although none of us want to discuss upon the subject of condemnation, there are 2 very important points related to divine condemnation or divine judgment. ശിക്ഷാവിധി എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് നമുക്കൊക്കെ വിശദമായി സംസാരിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു വിഷയം തന്നെയാണ്. പക്ഷെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതായ 2 സുപ്രധാന കാര്യങ്ങൾ ഈ വിഷയമായി, ദൈവിക ശിക്ഷാവിധി എന്ന് പറയുന്ന വിഷയമായി ബന്ധപ്പെട്ടുള്ളൂ. The first one is the source of evil. Because of this source, mankind has become enemies of God. Therefore, in this message, we will see the source of man's wickedness.
ഒന്നാമത്തെ കാര്യം തിന്മയുടെ ഉറവിടം എവിടെയാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ ദുഷ്ടതയുടെ ഉറവിടം എവിടെന്നുള്ളതാണ്. ഈ ഉറവിടം നിമിത്തം മനുഷ്യവർഗം മുഴുവനും ദൈവവിരോധികളായി തീർന്നു. അതുകൊണ്ട് മനുഷ്യന്റെ ദുഷ്ടതയുടെ, വിക്കറ്റ്നെസിന്റെ ഉറവിടം എവിടെയാണെന്ന് നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുവാൻ ഇന്ന് രാത്രി നമ്മൾ ആഗ്രഹിക്കും. Secondly, there is a way to restrict the wickedness. We need to learn the source of evil and the way to restrict the evil. ഒന്നാമതായി നാം ഈ ദുഷ്ടതയുടെ ഉറവിടം എവിടുന്നാണെന്ന് മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് ഈ തിന്മയെ അല്ലെങ്കിൽ ദുഷ്ടതയെ എങ്ങനെ നിയന്ത്രിക്കാം, അതിനുള്ള വഴിയും നാം ഇന്ന് രാത്രിയിൽ അറിഞ്ഞിരിക്കണം. So first we will go through the divine judgment and what are the reasons for the evil or wicked nature of the people. We can see the root cause of the evil in Romans chapter 1 verse 18 onwards. തിന്മയുടെ മൂല കാരണം എന്താണെന്ന് റോമാലേഖനം 1:18 മുതൽ വായിക്കുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവും. Let's look at verse number 18. The verse number 18 says, "For the wrath of God is revealed from heaven against all ungodliness and unrighteousness of people who suppress the truth in righteousness." മലയാളത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. So the first and most important reason for the source of evil is that the truth is oppressed and suppressed. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം, ദുഷ്ടതയുടെ കാരണം, അല്ലെങ്കിൽ ദുഷ്ടന്മാരായി തീർന്ന് ദുഷ്ടത പ്രവർത്തിക്കുവാനുള്ള ഒന്നാമത്തെ കാരണം നമ്മൾ മനസ്സിലാക്കണം, അനീതി കൊണ്ട് സത്യത്തെ തടയുക എന്നുള്ളതാണ്. സത്യത്തെ അടിച്ചമർത്തുക, സത്യത്തെ മറവ് ചെയ്യുക. People suppressing and oppressing the truth, hiding the truth. And that is the first and most important reason for the source of evil. The first element in this source of wickedness is holding down or covering or hiding the truth in unrighteousness. ദുഷ്ടതയുടെ ഉറവിടം എവിടെയെന്ന് നാം തേടി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, അതിന്റെ ആദ്യത്തെ പ്രശ്നം സത്യത്തെ അനീതി കൊണ്ട് തടയുക, സത്യമെന്ന് പറയുന്നതായ യാഥാർത്ഥ്യത്തെ മനുഷ്യന്റെ അനീതി കൊണ്ട് മറച്ചു കളയുക, ഹൈഡ് ചെയ്യുക, തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് ദുഷ്ടത വ്യാപിക്കുവാൻ, മനുഷ്യർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനുള്ള പരമപ്രധാനമായിരിക്കുന്ന കാര്യം. And what is truth? എന്താണ് സത്യം? Truth is not mere doctrine of knowledge. Truth is reality. It is solid and substantial. There is reality in this universe, and the prime reality in this universe is God Almighty Himself. എന്താണ് സത്യം? സത്യം ഒരു സിദ്ധാന്തമല്ല, സത്യം ഒരു അറിവല്ല, സത്യം ഒരു യാഥാർത്ഥ്യമാണ്. അത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത, എത്ര ബുദ്ധിയുള്ളവർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഉറച്ച സത്യമാണ്, യാഥാർത്ഥ്യമാണ് സത്യം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്, ഈ പ്രപഞ്ചത്തിൽ ഒരു സത്യമുണ്ട്. ആ സത്യം, ആ യാഥാർത്ഥ്യം സർവശക്തനായ ജീവനുള്ള ദൈവം മാത്രം. Some people say there is no God. And to say there is no God is to speak in vanity,
People cannot even prove what they are saying with their own logic or intellect. ദൈവമില്ലെന്ന് പറയുന്നവർ പോലും ദൈവമില്ലെന്ന് പറയാൻ, അത് പ്രൂവ് ചെയ്യുവാൻ, അത് തെളിയിക്കുവാൻ കഴിയാത്തവരാണ്, ബുദ്ധിമുട്ടുന്നവരാണ്. ബുദ്ധി കൊണ്ടോ അവരുടെ ലോജിക്ക് കൊണ്ട് പോലുമോ ദൈവം ഇല്ലെന്ന് തെളിയിക്കുവാൻ ദൈവമില്ലെന്ന് പറയുന്നവർക്ക് പോലും കഴിയാതിരിക്കുക. But to declare the God of the Bible is to speak something solid, substantial, genuine and true. എന്നാൽ വേദപുസ്തകം ഉയർത്തുന്ന ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഉറപ്പുള്ളതാണ്, കഴമ്പുള്ളതാണ്, പ്രൂവ് ചെയ്യാൻ കഴിയുന്നതാണ്, യാഥാർത്ഥ്യമാണ്, സത്യമായ വസ്തുതയാണ്. ഗോഡ് ഈസ് റിയൽ. ദൈവം ഒരു യാഥാർത്ഥ്യമാണ്. No one can deny the reality of God or disclaim the fact that he exists, for the existence of God is a reality. ദൈവത്തിന്റെ യാഥാർത്ഥ്യത്തെ നിഷേധിക്കാനോ ദൈവം ഉണ്ടെന്നുള്ള വസ്തുത നിഷേധിക്കാനോ ആർക്കും കഴിയില്ല. കാരണം ദൈവത്തിന്റെ അസ്തിത്വം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. From the beginning, mankind did not respect the reality of God, but suppressed it. ആദ്യം മുതൽ, തുടക്കം മുതൽ മനുഷ്യവർഗം ദൈവമെന്ന യാഥാർത്ഥ്യത്തെ ആദരിച്ചില്ല, മറിച്ച് അതിനെ അടിച്ചമർത്തുകയായിരുന്നു മനുഷ്യകുലം ചെയ്തിരുന്നത്. Man simply did not care for this reality of God and refused to hold him in a proper way. They held down the truth in their unrighteousness, suppressing it in an unrighteous manner. നോക്കൂ, ദൈവമെന്ന യാഥാർത്ഥ്യത്തെ ഗൗനിച്ചില്ല എന്ന് മാത്രമല്ല, അതിനെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുവാനും കൂട്ടാക്കാതെ സത്യത്തെ അനീതി കൊണ്ട് തടയുകയും തങ്ങളുടെ സ്വന്തം നീതിയായിരിക്കുന്ന അനീതി കൊണ്ട് അതിനെ അടിച്ചമർത്തുകയുമാണ് മനുഷ്യൻ ചെയ്തത്. Look around us today when we watch the television or we read the newspaper daily. They're all filled with the wicked and shameful things. നോക്കൂ, ഇന്ന് നാം ടെലിവിഷൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഡെയിലി ന്യൂസ് പേപ്പർ പത്രം വായിക്കുമ്പോൾ മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ ദുഷിച്ചതും ലജ്ജാകരവുമായ വാർത്തകൾ കൊണ്ട് അവയെല്ലാം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Why are there many shameful things everywhere in this world? Because so many people will not maintain the truth, but instead wrongfully suppress it, hold it down. Evil is increasing every day. The most important reason for the source of the evil is that the truth is oppressed and suppressed. എന്തുകൊണ്ടാണ് പത്രങ്ങളും ടെലിവിഷനുകളും മാധ്യമങ്ങളും ഒക്കെ ഇത്രയധികം ദുഷ്ടത കൊണ്ട് പുറത്ത് പറയുവാൻ പോലും, കുടുംബങ്ങൾക്കകത്ത് സംസാരിക്കാൻ പോലും കഴിയാത്ത നിലവാരമുള്ള ലജ്ജാകരമായിരിക്കുന്ന ദുഷ്ടതകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒറ്റ കാരണമാണ്, അനീതി കൊണ്ട് സത്യത്തെ ജനം തടഞ്ഞുകൊണ്ടിരിക്കുക, സത്യം അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദുഷ്ടത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ദുഷ്ടതയുടെ ഉറവിടത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ കാരണമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. സത്യം തടയപ്പെടുന്നു, സത്യം അടിച്ചമർത്തപ്പെടുന്നു. The most important reason for the evil in this world we just discussed, that is suppressing and oppressing the truth by the people of this world. The second reason for the increase of the evil is that God is not fully known or accepted as he should be.
തിന്മ വർദ്ധിക്കുവാനുള്ള, ദുഷ്ടത വർദ്ധിക്കുവാനുള്ള രണ്ടാമത്തെ കാരണം ദൈവത്തെ പൂർണ്ണമായി അറിയേണ്ടതുപോലെ അറിയുകയോ അംഗീകരിക്കേണ്ടതുപോലെ അംഗീകരിക്കുകയോ ചെയ്തില്ല എന്നുള്ള കാരണമാണ്. 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം പറയുന്നു, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. Chapter 1 verse 21 says, for even though they knew God, they did not honor him as God or give thanks, but they became futile in their reasonings and their senseless hearts were darkened. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം എന്ത് ചെയ്തു? ഇരുണ്ടുപോയി എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. Although mankind knew there was God, they tested and tried him, eventually deciding not to hold him in their full knowledge. ദൈവമുണ്ടെന്ന് മനുഷ്യവർഗത്തിന് അറിയാമായിരുന്നിട്ടും അവർ അവനെ പരീക്ഷിക്കുകയും അതുമാത്രമല്ല ദൈവത്തെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്തു. ഒടുവിൽ എന്ത് സംഭവിച്ചു? ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത പോലും ഇല്ലാതെ പോയി. അവരുടെ മനസ്സിൽ നിന്നും ഓർമ്മയിൽ നിന്നും എല്ലാം ചിന്തകളിൽ നിന്നെല്ലാം ദൈവം എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യം നീക്കപ്പെടുവാനായിട്ട് ഇടയായിട്ടുണ്ട്. They actually disapproved of holding God in their full knowledge. That's what we read in chapter 1 verse 28. 1-ാം അധ്യായത്തിന്റെ 28 അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. എങ്ങനെയാണ്? ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. And just as they did not see fit to acknowledge God, God gave them up to a depraved mind to do those things that are not proper. അല്ലാത്ത, ഉചിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യത്തക്ക വിധത്തിൽ നികൃഷ്ട ബുദ്ധിയിലേക്ക് അവരെ ദൈവം ഏൽപ്പിച്ചു. കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ അവർക്ക് എന്തില്ല? അറിവില്ലെന്നല്ല പറഞ്ഞത്, അവർക്ക് ഇഷ്ടമില്ല. അറിവില്ലാത്തതല്ല ഇവിടുത്തെ വിഷയം. ഇഷ്ടമില്ല, താല്പര്യമില്ല. ദൈവിക കാര്യങ്ങളിൽ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുവാൻ താല്പര്യമില്ലാത്ത, ഇഷ്ടമില്ലാത്ത ഒരു വർഗത്തെ, ഒരു ജനത്തെ, ഒരു മനുഷ്യനെ ദൈവം എന്തിനു വേണ്ടി ഏൽപ്പിച്ചെന്നാണ് നമ്മൾ വായിച്ചത്? ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു. അപ്പോ നമ്മളിവിടെ പറഞ്ഞ രണ്ടാമത്തെ കാരണം, സെക്കൻഡ് റീസൺ is that they did not fully know God or accept him as he should be. ദൈവത്തെ ദൈവമെന്ന് അറിയുകയോ അവന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുകയോ ചെയ്യാതിരുന്നതാണ് ദുഷ്ടത വർദ്ധിക്കുവാനുള്ള, മനുഷ്യൻ പാപത്തിലേക്ക് നിബന്ധിക്കുവാനുള്ള രണ്ടാമത്തെ കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. There are many university professors or business professionals. They are well-learned people, properly educated people, but they don't believe in God. They don't believe in God. ഒരുപാട് വിദ്യാഭ്യാസമുള്ള, ഡോക്ടറൽ ഡിഗ്രികളുള്ള യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ്, ബിസിനസ് പ്രൊഫഷണൽസ് ഒക്കെ പറയുന്നത് ദൈവമില്ലെന്ന, ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല. അവർ കർത്താവിൽ വിശ്വസിക്കുന്നില്ല. If you ask them about God, they will say, we know there is God, but we don't like to believe in him. We don't like to believe in him. And such people disapprove of holding God in their knowledge. അവരുടെ ആ അറിവിൽ, ബുദ്ധിയിൽ അങ്ങൊരു കാര്യം ഉൾക്കൊള്ളുവാനായിട്ടും അതിനെ പിൻപറ്റുവാനുമായിട്ടും അവർക്ക് താല്പര്യമില്ല. They know there is God somewhere, but it is none of their business. ദൈവം ഉണ്ടെന്നൊക്കെ അവർക്കറിയാം, പക്ഷെങ്കിൽ അത് അവരുടെ ഒരു ബിസിനസ് അല്ല. അവർക്കതിൽ താല്പര്യമില്ല. അവരോട് ദൈവത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർ പറയും ദൈവമുണ്ടെന്നറിയാം, പക്ഷെ ഞങ്ങൾക്ക് താല്പര്യമില്ല. അറിവില്ലാഞ്ഞിട്ടല്ല, താല്പര്യമില്ലാഞ്ഞിട്ടാണ്. When we reject God,
ഇറ്റ്സ് എൻഡിങ് ഈസ് ടെറിഫൈങ്. ദൈവത്തെ റിജക്റ്റ് ചെയ്യുമ്പോൾ ദൈവവുമായിട്ടുള്ള ആ ബന്ധം വേണ്ടെന്ന് വെക്കുന്ന ഒരു മനുഷ്യന്റെ അവസാനം വളരെ ഭയാനകമായിരിക്കുമെന്ന് ചരിത്രരേഖകൾ നമ്മെ പഠിപ്പിക്കുന്നു. The third reason for the increase of evil is that people not glorifying God and not worshiping Him. തിന്മ വർദ്ധിക്കുന്നതിന്റെ മൂന്നാമത്തെ കാരണം, ഇത് നമുക്ക് ദൈവമക്കൾക്കും ആപ്ലിക്കബിൾ ആണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ ആരാധിക്കുകയോ ചെയ്യുന്നില്ല എന്നതാണ് തിന്മ വർദ്ധിക്കുവാനും തിന്മയിലേക്ക് ആളുകൾ വഴുതി വീഴുവാനുമുള്ള മൂന്നാമത്തെ കാരണം. നമുക്കിവിടെ നന്നായി പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുന്ന കർത്തൃദാസന്മാരും സഹോദരിമാരും ഒക്കെ ദൈവം തന്നിട്ടുണ്ട്. അവരുടെ ശുശ്രൂഷ മഹനീയമാണ്. അവരനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്നവരാണ്. ജനത്തെ ആത്മാവിലുള്ള ആരാധനയിലേക്ക് നയിക്കുന്നവരാണ്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതൊരു ശുശ്രൂഷയാണ്. അപ്പൊ അവരിലൂടെ ദൈവം ചെയ്യുന്ന ശുശ്രൂഷയിലൂടെ ജനം ദൈവത്തെ ആരാധിക്കാതെ മാറി നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആരാധിക്കാതെയും ദൈവത്തെ മഹത്വപ്പെടുത്താതെയും ഇരിക്കുന്ന ജനത്തിന് ഒറ്റ ഒരു വഴിയേ ഉള്ളൂ, തിന്മയിലേക്കുള്ള വഴി, ദുഷ്ടതയിലേക്കുള്ള വഴി. അപ്പൊ ഇവിടെ പറയുന്നത് മൂന്നാമത്തെ കാര്യം, തിന്മ വർദ്ധിക്കുന്നുള്ള കാരണം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല, ദൈവത്തെ ആരാധിക്കുന്നില്ല. എവിടെ വാക്യമുണ്ടോ? റോമാലേഖനം 1:21-25 രണ്ട് വാക്യങ്ങൾ. It says, in the ancient times man knew God but did not glorify Him as God, neither did they thank Him, worship Him or serve Him. പുരാതന കാലത്ത് മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിരുന്നു, ദൈവമുണ്ടെന്നൊക്കെ അറിയാം, എന്നാൽ ദൈവവുമായിട്ട് അവനെ മഹത്വപ്പെടുത്തിയില്ല, നന്ദി പറഞ്ഞില്ല, ആരാധിച്ചില്ല, ദൈവത്തെ സേവിച്ചില്ല. ഇങ്ങനെയൊക്കെയാണ് റോമർ 1:21-25 വാക്യത്തിലും നമ്മൾ കാണുന്നത്. So this is another element in the source of evil, refusing to glorify God, thank God, or worship God and serve God. God is our major aspect of the source of so this not worshiping God is a major aspect of the source of wickedness. തിന്മ വർദ്ധിക്കുന്നതിന്റെ കാരണം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ ആരാധിക്കാതെ ഇരിക്കുന്നു. However, if we glorify and thank God, what will happen? If we worship God, what will happen? If we serve Him properly, He will be those who worship Him and serve Him will be protected by God from all the evil. നേരെ മറിച്ച് നാം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതുപോലെ മഹത്വപ്പെടുത്തുകയും ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കുകയും നന്ദി പറയേണ്ടതുപോലെ നന്ദി പറയുകയും ചെയ്താൽ തിന്മകളൊന്നും നമുക്ക് ഭവിക്കാതെ, തിന്മകളിലേക്ക് നാം വഴുതി വീഴാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സൂക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. So there is a reason why we should worship God and give thanks to God. One of the reasons is God's Spirit is going to protect you from falling into the evil. തിന്മയിലേക്ക് വഴുതി വീഴാതെ നമ്മെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സൂക്ഷിക്കുന്നത് നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തിന് നന്ദി കൊടുക്കുമ്പോൾ ദൈവം അത് നമുക്ക് വേണ്ടി ചെയ്യുവാനായിട്ടിടയാണ്. There are so many divorces and so much immorality throughout the world today because people will not glorify God and worship. ഇന്ന് ലോകമെമ്പാടും വളരെയധികം അധാർമികതകൾ, വിവാഹമോചനങ്ങൾ വളരെ ഈസി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു വിലകളും ഇല്ലാത്ത അവസ്ഥ, ബന്ധങ്ങൾക്ക് വിലകളില്ല. കാരണം ആളുകൾ എന്ത് ചെയ്യുന്നില്ല? ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുന്നില്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല, ആരാധിക്കുന്നില്ല. നമ്മുടെ കണ്ണിന് മുമ്പിൽ തന്നെ ദൈവത്തെ ആരാധിക്കുന്ന, ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബമുണ്ടെങ്കിൽ, ഭർത്താവ്, ഭാര്യ, കുഞ്ഞുങ്ങളൊക്കെ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആത്മാർത്ഥമായി ആരാധിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും
അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വളരെ കുറവായിരിക്കും. അവരുടെ ജീവിതത്തിൽ ആ വളരെ അധാർമികതകൾ കുറവായിരിക്കും. സ്നേഹബന്ധം കൂടും, കുടുംബ ബന്ധം കൂടും, ഐക്യത വർദ്ധിക്കും. ഇതൊക്കെ ദൈവത്തിന് കൊടുക്കേണ്ടതായ മഹത്വം കൊടുക്കുമ്പോൾ ലഭിക്കുന്ന നന്മകളാണ്. A man who glorifies God or thank God or worship God will never divorce his wife. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിന് നന്ദി പറയുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബം, ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങളും അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഡിവോഴ്സ് ഒന്നും നടക്കത്തില്ല. അവിടെ ഒരിക്കലും ഡിവോഴ്സിന് സ്ഥാനമില്ല. All divorces and immorality come from one source, refusing to worship God. എല്ലാ വിവാഹ മോചനങ്ങളും അധാർമികതകളും ഒറ്റ ഉറവിടത്തിൽ നിന്നാണ് വരുന്നത്. ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള വിസമ്മതമാണ്. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനവും ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനവും കൊടുക്കാത്തത് കൊണ്ടാണ് കുടുംബ ബന്ധങ്ങളിൽ പോലും പ്രതിസന്ധികൾ ഉളവാകുന്ന, പിശാചി പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ നമ്മൾ താമസിക്കരുത്. Never think that worshiping God is an insignificant matter and that glorifying Him is trivial. They mean a great deal to our human living, giving life, energy and meaning to our life. ദൈവത്തെ ആരാധിക്കുന്നത് നിസ്സാരമായ കാര്യമാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഒരിക്കലും നാം കരമടിച്ച് പാടുകയോ ഉറക്ക സ്തോത്രം പറയുകയോ ദൈവത്തിന് മഹത്വം കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് നിസ്സാരവൽക്കരിക്കരുത്. അവയൊക്കെ നമ്മൾക്ക് വളരെയധികം ഊർജം തരുന്ന, ജീവിതത്തിന് അർത്ഥം തരുന്ന, ജീവിതത്തിന് ഉറപ്പ് തരുന്ന, ഐക്യത തരുന്ന കാര്യങ്ങളാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ. We need to thank God. We need to thank God. നാം ദൈവത്തിന് മഹത്വം കൊടുത്തേ, ദൈവത്തിന് നന്ദി കൊടുത്തേ മതിയാവും. Some people do not thank God until the last breath. They keep all the thanks until their last breath and they think that before just the last breath I will say thank you Lord. ചില ആളുകള് മരണത്തിന്റെ തൊട്ട് മുമ്പ് നന്ദി പറയാനിരിക്കുന്നവരുണ്ട്. അതുവരെ വാ തുറക്കത്തില്ല, അതുവരെ ഒന്നും പറയില്ല. എല്ലാ നന്ദിയും മരണത്തിന് തൊട്ട് മുമ്പ് പറയാൻ വെച്ചിരിക്കുകയാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലുടനീളം ദൈവത്തോട് നന്ദി പറയുവാൻ നമുക്ക് ധാരാളം കാര്യങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്. We have many things and reasons for which we have to thank God throughout our life. We need to realize that glorifying God or thanking or worshiping God is extremely important for a Christian. ദൈവത്തെ മഹത്വപ്പെടുത്തുക അല്ലെങ്കിൽ ആരാധിക്കുക, നന്ദി പറയുക എന്നുള്ളത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും വളരെ സുപ്രധാനമായ ഒരു കാര്യമാണെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. Let's say, God, I thank you that you are my God. You are my creator. Without you, I would have nothing. I would have no being. I owe my very existence to you. I thank you, worship you, and I serve you. If we are able to say this to the Lord, I can tell you, you will be freed from your unwanted nature immediately. നാം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്നതായ ഇംപ്രോപ്പർ ആയിരിക്കുന്ന ചിന്തകൾ, വിചാരങ്ങളെയൊക്കെ അതിജീവിക്കണമെങ്കിൽ നിരന്തരമായി നാം ദൈവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നന്ദിയുള്ള ദൈവത്തോട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നാൽ മതി. പറഞ്ഞാൽ മതി, ദൈവമേ, അവിടുന്ന് എൻ്റെ ദൈവമാണ്, എന്നെ സൃഷ്ടിച്ചവനാണ്. നീ ഇല്ലെങ്കിൽ, നീ ഒഴികെ എനിക്കൊരു അസ്തിത്വമില്ല, എനിക്കൊരു നന്മയില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം അങ്ങാണ്. ഞാൻ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്ന കർത്താവേ, ഞാൻ അങ്ങയോട് നന്ദി പറയുന്ന കർത്താവേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്ന കർത്താവേ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, ഇങ്ങനെയുള്ളൊരു ഹൃദയം നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ വേണ്ടാത്ത സ്വഭാവങ്ങളിൽ നിന്നും ഇടപാടുകളിൽ നിന്നൊക്കെ ദൈവം നമ്മെ വിടുവിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും.
The fourth reason for the increase of evil is exchanging God with something else. Exchanging God with something else. നാലാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് തിന്മ ഉണ്ടാകുന്നത്? കാരണം ദൈവത്തെ മറ്റെന്തുകൊണ്ടോ റീപ്ലേസ് ചെയ്ത് ദൈവത്തിന്റെ സ്ഥാനത്ത് മറ്റെന്തിനെയോ പ്രതിഷ്ഠിച്ചു, ദൈവത്തെ മറ്റെന്തോ ആക്കിക്കളഞ്ഞു. Verse number 23 and 25. Chapter 1, verse 23 and 25. ഒന്നാം അധ്യായം 23 വാക്യം 25 വാക്യം. They exchanged the glory of the incorruptible God for an image of the form of corruptible mankind, of birds, four-footed animals, and crawling creatures. For they exchanged the truth of God for falsehood, and worshipped God and served the creatures rather than the Creator. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി കളഞ്ഞു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റി. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു. It is terrible. It is terrible to exchange God. For God is the glory and the reality of this entire universe. ദൈവത്തെ പകരം വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഭയാനകമായ ഒരു കാര്യമാണ്. കാരണം ദൈവമാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ദൈവമഹത്വമാണ്. To exchange God means to give him up for something else. ദൈവത്തെ കൈമാറുക, അല്ലെങ്കിൽ ദൈവത്തെ മാറ്റി മറ്റൊന്നിനെ പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നത് കാര്യസാധ്യത്തിനായി ദൈവത്തെ ഉപേക്ഷിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. The people exchanged God for idols. God is glory. Idols are vanity. God is reality. Idols are falsehood and a lie. ആളുകൾ ദൈവത്തിന് പകരം വിഗ്രഹത്തെ എടുത്തു. ദൈവത്തിന്റെ മഹത്വത്തിന് പകരം ജീവനില്ലാത്ത വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കുവാനിടയായി. വിഗ്രഹങ്ങൾ യാഥാർത്ഥ്യമല്ല, വ്യാജമാണ്. യാഥാർത്ഥ്യം ഒന്നേ ഉള്ളൂ, അത് നമ്മുടെ ജീവനുള്ള ദൈവം മാത്രമാണ്. To some people, their future, their positions, their degrees, and their relations, their children, their goals and future plans have become their idols. ചില ആളുകൾക്ക് അവരുടെ ഭാവിയും അവരുടെ സ്ഥാനമാനങ്ങളും ബിരുദങ്ങളും അവരുടെ ഫാമിലി, കുഞ്ഞുങ്ങളും അവരുടെ ഫ്യൂച്ചർ പ്ലാനുകളും ഒക്കെയാണ് അവരുടെ വിഗ്രഹങ്ങൾ. They care about those idols, not for God. Therefore, they also have exchanged God for their own idols. അവർ ദൈവത്തെ അല്ല, അവരുടെ ഹൃദയങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളെയാണ് എപ്പോഴും ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് അവർ അവരുടെ വിഗ്രഹങ്ങൾക്കായി ദൈവത്തെ മാറ്റിക്കളയുകയാണ്. If we consider carefully these four aspects we discussed today, the source of wickedness, we will see that they constitute the origin of every kind of evil and sinfulness. ദുഷ്ടതയുടെ മൂലകാരണങ്ങൾ അല്ലെങ്കിൽ ഉറവിടങ്ങൾ 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ശ്രദ്ധാപൂർവം പരിശോധിച്ചത്. ഇവയെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എല്ലാ തരത്തിലുള്ള തിന്മയുടെയും പാപത്തിന്റെയും ഉത്ഭവം ഈ 4 കാരണങ്ങളാണ്. എന്തൊക്കെയാണ് ഈ കാരണങ്ങൾ ഇന്ന് ചർച്ച ചെയ്തത്? What are those 4 reasons and root cause of all the evil and sins? Number 1, the source of evil is that the truth is oppressed and suppressed. ദുഷ്ടതയുടെ ഏറ്റവും ഒന്നാമത്തെ ഉറവിടം, പ്രധാനപ്പെട്ട കാരണം, സത്യത്തെ തടയുന്നു, സത്യത്തെ അടിച്ചമർത്തും. The second reason is that God is not fully known or accepted as he should be. ദൈവത്തെ പൂർണ്ണമായി അറിയേണ്ടതുപോലെ അറിയുകയോ
അംഗീകരിക്കേണ്ടതുപോലെ അംഗീകരിക്കുകയോ ചെയ്തില്ല എന്നതാണ്. The third reason for sin and evil is that God, that the people not glorifying God and not worshiping God. ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞ് മഹത്വപ്പെടുത്തുകയോ ആരാധിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. The last reason we discussed today is they exchanged God for something else. നാലാമത്തെ കാരണം തിന്മയുണ്ടായതിന്റെ കാരണം ദൈവത്തെ മറ്റെന്തോ ആക്കിക്കളഞ്ഞു, ദൈവത്തിന് പകരം മറ്റെന്തിനെയോ സ്ഥാപിക്കുവാനായിട്ട് ഇടയായി. ഇതാണ് ഇന്ന് രാത്രി നാം ഡിസ്കസ് ചെയ്ത ദുഷ്ട ഉണ്ടാകുവാനുള്ള കാരണങ്ങൾ എന്ന് പറയും. Praise God. Let us pray tonight as we have finished with our time. ഇന്ന് രാത്രി നമ്മുടെ സമയം കഴിഞ്ഞു. കർത്താവദാസൻ റെനി ജോർജ് പാസ്റ്റർ ബാംഗ്ലൂരിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവദാസനെ അൺമ്യൂട്ട് ചെയ്യും. അൺമ്യൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ ഈ ബൈബിൾ സ്റ്റഡിക്ക് ഏറ്റവും സപ്പോർട്ടായി പ്രാർത്ഥനയോട് നിൽക്കുന്ന കർത്താവദാസനാണ്. Let us pray. Let us close our eyes and meditate upon what we have discussed today and give glory to God. Let us pray that God will give us a heart to know Him as He should be, to worship Him as He should be, and to glorify Him and serve Him and being thankful to Him. Pastor Lenny George will pray for us. ഹല്ലേലൂയ. സ്തോത്രം. നന്ദിയോട് സ്തോത്രം. നന്ദിയോട് സ്തോത്രം. കർത്താവേ, അവിടുത്തെ സാന്നിധ്യത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസനിൽ കൂടി കർത്താവേ, അങ്ങയുടെ വചനത്തിന്റെ കർത്താവേ സ്തോത്രം മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ അങ്ങയുടെ ആത്മാവിനാൽ കർത്താവെ അങ്ങയുടെ ദാസനെയും അടിയങ്ങളെയും അവിടുന്ന് ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഏകസത്യദൈവമായി നിന്നെയും നീ അയച്ച ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ പിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അയച്ച അങ്ങയുടെ ഏകജാതനായ പുത്രൻ യേശുവിനെ അറിയുവാൻ യേശുവിന്റെ കാൽവറി യാഗത്തിൽ കൂടി കർത്താവെ അടിയങ്ങളുടെ ജീവിതങ്ങൾക്ക് കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. രക്ഷ ലഭിക്കുവാൻ ഞങ്ങൾ കർത്താവെ അങ്ങയുടെ മക്കളായി തീരുവാൻ അങ്ങ് ഒരുക്കിയ അങ്ങയുടെ സ്നേഹത്തിനായി അങ്ങയുടെ പദ്ധതിക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്തോത്രം. അങ്ങ് പിതാവേ, അങ്ങ് മാത്രമാണ് സത്യം. അങ്ങ് അയച്ച യേശു മാത്രമാണ് സത്യം. കർത്താവെ, അങ്ങയിലും അങ്ങയുടെ പുത്രനായ യേശുവിലും അങ്ങയുടെ പുത്രനായ യേശുവിൽ കൂടി ഞങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിലും ഞങ്ങൾക്കും കർത്താവെ സ്തോത്രം സത്യമുള്ളവരായി തീരുവാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യത്തിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആ സത്യം കർത്താവെ സ്തോത്രം പരിശുദ്ധാത്മാവിനാൽ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അങ്ങയുടെ പദ്ധതികളെ കർത്താവെ ദൈവവചനത്തിൽ കൂടി കർത്താവെ അടിയങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ അങ്ങയുടെ ദാസന്മാരെ വിശേഷാൽ അങ്ങയുടെ ദാസൻ പാസ്റ്റർ പ്രകാശ് ജേക്കബിനെ കർത്താവെ അവിടുന്ന് ഈ ദിവസങ്ങളിൽ ഒരുക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഇതൊരു വലിയ ദൗത്യമാണല്ലോ കർത്താവെ. വളരെ ത്യാഗം, വളരെ സമയം കർത്താവെ ഇതിനാവശ്യമാണല്ലോ. അതിനുവേണ്ടി അങ്ങയുടെ ദാസൻ കർത്താവെ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ കർത്താവെ ശ്രമങ്ങൾക്കായും നിന്റെ മകന്റെ കർത്താവെ സ്തോത്രം ആ നല്ല മനസ്സിനായും ഒരുക്കത്തിനായും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്തോത്രം. 2 വർഷങ്ങളെടുത്ത് കർത്താവെ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ കർത്താവെ മർമ്മങ്ങളെ കർത്താവെ അവിടുത്തെ ദാസനിൽ കൂടി കർത്താവെ അനേകർക്ക് അവിടുന്ന് അനുഗ്രഹകരമാക്കി തീർത്തതിനായി സ്തോത്രം. കർത്താവെ, വീണ്ടും കർത്താവെ ഈ കഴിഞ്ഞ 5 എപ്പിസോഡുകളായി കർത്താവെ സ്തോത്രം റോമാക്കിൽ ലേഖനത്തിൽ കൂടെ കർത്താവെ സ്തോത്രം ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ മർമ്മങ്ങളെ കർത്താവെ എളിവരായ അടിയങ്ങൾക്ക് ഗ്രഹിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ ദാസനെ അവിടുന്ന് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് കർത്താവെ അടിയങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളും
ആധാരമായിരിക്കുന്നത് സത്യത്തിലാണെന്ന് കർത്താവെ അടിയങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, സത്യം കർത്താവെ, സത്യം ദൈവമാണ്. ആ സത്യം കർത്താവെ ഞങ്ങളിൽ ഉണ്ടാകുന്നത് കർത്താവെ യേശുവിൽ കൂടി മാത്രമാണ്. യേശുവിന്റെ വചനമാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. യേശുവിന്റെ വചനത്താലാണ് ഞങ്ങൾ വീണ്ടും ജനിച്ചത്. യേശുവിന്റെ വചനത്താലാണ് ഞങ്ങൾ വളരുന്നത്. യേശുവിന്റെ വചനത്താലാണ് ഞങ്ങൾ കർത്താവെ സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യ സാക്ഷാത്കാരത്തിലേക്ക് കർത്താവെ ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവെ, ഒരു കാരണവശാലും ദൈവവചനത്തിന്റെ പ്രാധാന്യം, ദൈവവചനത്തിന്റെ കർത്താവെ ഗൗരവം കർത്താവെ ഒരു കാരണവശാലും കുറഞ്ഞു പോകുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, we thank you Lord for your love. Thank you Lord. കർത്താവെ, അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ദൈവവചനമാണ് ഞങ്ങൾക്ക് ആധാരമായിട്ടുള്ളത്. ദൈവവചനത്തിന്റെ വെളിച്ചത്തിലാണ് കർത്താവെ ഞങ്ങൾ അങ്ങയോട് ബന്ധപ്പെടുന്നത്. ദൈവവചനത്തിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ കർത്താവെ അവിടുത്തെ സ്നേഹത്തെ അനുഭവിക്കുന്നത്. ദൈവവചനമാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമായിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ കർത്താവെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന ഈ ദൈവവചനത്തെ ഞങ്ങൾ കർത്താവെ ഞങ്ങൾ ആലിംഗനം ചെയ്യുന്നു. ഞങ്ങൾ അതിനെ പുണരുന്നു കർത്താവെ. ആ ദൈവവചനത്തിൽ ഞങ്ങൾ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവെ സാക്ഷാത്കാരം കണ്ടെത്തുവാൻ, ഞങ്ങളുടെ ജീവിതത്തിന്റെ വിജയം കണ്ടെത്തുവാൻ കർത്താവെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങൾക്കായും അവസരങ്ങൾക്കായും സ്തോത്രം. അങ്ങയുടെ ദാസനെ കർത്താവെ ഇതിനായോട് ഉപയോഗിച്ചതിനായി സ്തോത്രം. കർത്താവെ, ഈ പ്ലാറ്റ്ഫോമിൽ കർത്താവെ സ്തോത്രം. അനേകർക്ക് കർത്താവെ ഈ ദിവസങ്ങളിൽ കർത്താവെ അവിടുത്തെ വചനത്തിന്റെ മർമ്മങ്ങളെ, യാഥാർത്ഥ്യങ്ങളെ ഗ്രഹിക്കുവാൻ അവിടുന്ന് ഒരുക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. Father, we thank you, Lord, for your servant, Pastor Prakash Jacob, and thank you, Lord, for his, oh God, his willingness and his, oh God, his sacrifice and his, oh God, love towards you, that he is, oh God, taking so much of time and effort to teach us, oh God, the mysteries of the word of God, the truth of the word of God. Oh God, thank you, Lord, for thy servants, oh God, willingness to help us, oh God. Lord, there is nothing greater than this. This is the greatest any one of us can do, oh God, to know you and to let others know about you through the word of God, oh God. We love you, Father. We thank you, Father. Oh, we thank you for all the servants of God, all the dear ones who have been participating in this program, oh God. We bless them in the name of Jesus Christ. Let every person who attended this meeting be blessed, oh God. Lord, we pray for the families and the members of the families of these people, oh God. Bless them all abundantly. Pray especially for Pastor Prakash Jacob and his dear family, oh God. His dear wife and his children, oh God. Bless them abundantly, oh God. Lord, help us, oh God, to be truthful to the word of God, to be obedient to the word of God, to love you more than anything, to give you all glory and honor, to have an attitude of gratitude 24/7, 365 days in our lives, oh God, so that we will grow more and more in you and we will continue to be your children, oh God, having the character of you in our lives, oh God, and to live a holy and acceptable life, oh God, in this world, oh God, to share the love of Jesus Christ with every fellow beings in our lives, oh God. Thank you, Father. We love you, Jesus. We love you, Holy Spirit. We give you all glory and honor. We ask this prayer in the most precious name for our Lord and Savior Jesus Christ. Amen.